ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. അനങ്ങനടി സ്വീറ്റ് ഫാമിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 24-നും പാലക്കാട് ജില്ലാ ലൈബ്രറിയോട് ചേർന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന ശിവദാസ് മേനോൻ സ്മാരക വയോജന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ കർമ്മവും ഒക്ടോബർ 23-ന് മന്ത്രി MP രാജേഷ് നിർവഹിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 35% ഫണ്ടും ചെലവഴിക്കുന്നത് കാർഷിക മേഖലയ്ക്കാണെന്നും K. ബിനുമോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് നമ്മൾ പ്രത്യാശ എന്നുള്ള ഒരു സൊസൈറ്റി തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മൾ രൂപീകരിച്ചുകൊണ്ട് ശിവദാസ് മേനോൻ സ്മാരക വയോജന കേന്ദ്രം എന്നുള്ള രീതിയിൽ ഈ കേന്ദ്രത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നു. 25 ലക്ഷം രൂപയാണ് നമ്മൾ വകയിരുത്തിയത്. സ്ഥലം ഉണ്ട്. നമ്മുടെ ലൈബ്രറിയോട് ചേർന്ന് പാലക്കാട് ജില്ലാ ലൈബ്രറിയെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ജില്ലാ ലൈബ്രറിയുമായി അനുബന്ധമായി അതൊരു കേന്ദ്രം നമ്മൾ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും മുതിർന്ന പൗരന്മാർക്ക് നെൽകൃഷിക്ക് പുറമെ മറ്റ് വിളകളിലേക്കും കർഷകരെ അടുപ്പിക്കാൻ കഴിയും വിധമാണ് അനങ്ങനടി ഫാം നവീകരിച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കർഷകരെ അറിയിക്കാനും യോജിച്ച വിളകൾ തിരഞ്ഞെടുക്കാനുള്ള അറിവും ഫാം അധികൃതർ കർഷകർക്ക് നൽകും. വിത്ത്, വിളകൾ, കീടനാശിനി പ്രയോഗം, കൃഷിരീതികൾ തുടങ്ങിയ മുഴുവൻ അറിവുകളും സ്വീറ്റ് ഫാമിൽ നിന്ന് ലഭ്യമാക്കുന്നതിനായി 3.5 കോടി ചെലവഴിച്ചാണ് സ്വീറ്റ് ഫാം നവീകരിച്ചതെന്നും ബിനുമോൾ പറഞ്ഞു. വായനയോടൊപ്പം ആനന്ദം കണ്ടെത്താനുള്ള ഉപാധികളും കേന്ദ്രത്തിലുണ്ടാവും. ആരോഗ്യ പരിചരണം, ഭക്ഷണം എന്നിവയും കേന്ദ്രത്തിൽ നിന്ന് തന്നെ ലഭ്യമാവുമെന്നും TR അജയൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ C. അബ്ദുൾ ഖാദർ, അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ സിനീഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.